കോഴിക്കോട് എലത്തൂർ വിജിൽ തിരോധാന കേസിൽ വഴിത്തിരിവ്. സരോവരത്തെ ചതുപ്പിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. DNA പരിശോധനയിലാണ് സ്ഥിരീകരണം. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വിജിലിൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സംശയം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിൻ്റേത് തന്നെയാണോ എന്നായിരുന്നു. അതിനായി DNA പരിശോധനയ്ക്ക് അയച്ചതാണ്. അതിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ വിജിലിൻ്റെ മൃതദേഹം തന്നെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കങ്ങൾ? ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം, മറ്റു നടപടികൾ എങ്ങനെ? ടോമിയെ സംബന്ധിച്ച ഒരു 90% സ്ഥിരീകരണം അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൻ്റെ ക്രമങ്ങൾ പ്രകാരം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിൻ്റെ തന്നെയെന്ന ഒരു സ്ഥിരീകരണം നടത്തേണ്ടതുണ്ടായിരുന്നു. ആ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിലെ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ നടത്തിയ DNA പരിശോധനയിലാണ് ഈ സരോവരത്തെ ചതുപ്പിൽ നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ വിജിലിൻ്റെ എന്ന ഒരു സ്ഥിരീകരണത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. നേരത്തെ സരോവരത്തു നിന്ന് ലഭിച്ച 51ഓളം അസ്ഥി കഷ്ണങ്ങളും ഈ വിജിലിൻ്റെ മാതാപിതാക്കളുടെ DNA-യുമായി ഒത്തുനോക്കുന്ന നടപടിക്രമമാണ് ഉണ്ടായത്. അതിലാണ് ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് കേസ് എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളുമായാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ തന്നെ കേസിൽ പ്രതികളായ വിജിലിൻ്റെ സുഹൃത്തുക്കൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. എന്തായാലും അത് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൻ്റെ നാൾവഴി പരിശോധിക്കുകയാണെങ്കിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപൂർവതകളുള്ള, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട ശേഷം തെളിവുകൾ ലഭിച്ച ഒരു കേസാണ്. 2019 മാർച്ച് 19 വിജിലിനെ കോഴിക്കോട്ടെ എലത്തൂരിൽ നിന്നും കാണാതാവുന്നത്. ഈ സാധാരണ ഗതിയിൽ വീട്ടിൽ നിന്നും ഒരു സാധാരണ വസ്ത്രമൊക്കെ ഇട്ട് പുറത്തേക്ക് ബൈക്കിൽ പോയ യുവാവിനെയാണ് പിന്നീട് കാണാതാവുന്നത്. അമ്മയും അച്ഛനുമൊക്കെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പ്രാദേശികമായി നടത്തുകയും പോലീസിൽ വിവരമറിയിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ പോലീസ് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിലും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KK നിഖിൽ, ദീപേഷ് തുടങ്ങിയ വിജിലിൻ്റെ സുഹൃത്തുക്കളോട് പലവട്ടം പോലീസ് ഇതേക്കുറിച്ചൊക്കെ ആരാഞ്ഞെങ്കിലും ഒരു വിശദീകരണം നൽകാൻ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന ഒരു വിശദീകരണം നൽകാൻ അവർ തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്ന നിലപാടും വിജിൽ ഈ മുംബൈയിലേക്കോ മറ്റോ പോയിരിക്കാം എന്ന ഒരു സംശയമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആവർത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു തുമ്പൽ ലഭിക്കാത്ത ഒരു സാഹചര്യം. പിന്നീട് വർഷങ്ങളോളം കേസിൽ കാര്യമായൊരു പുരോഗതി ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഒരുപാട് നാളുകളായി ഫലമുണ്ടാവാത്ത കേസുകളെക്കുറിച്ച് ഒരു പുനരന്വേഷണം നടത്തണമെന്ന ഒരു നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും നൽകുകയും എലത്തൂർ പോലീസ് ഇത്തരത്തിലൊരു പുനരന്വേഷണം ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന ഒരു വട്ടം പരിശോധന കൂടി നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വിജിലിൻ്റെ ഫോൺ അവസാനമായി ലൊക്കേറ്റ് ചെയ്തത് സരോവരത്തിനടുത്തുള്ള ഭാഗത്താണ്, അല്ലെങ്കിൽ സരോവരത്തിലാൻ്റെ അടുത്തുള്ള ചതുപ്പ് ഭാഗത്താണ് എന്ന് കണ്ടെത്തിയത്. ഇതേ സമയത്ത് തന്നെ മറ്റ് 2 സുഹൃത്തുക്കളുടെ ഫോണും ഈ സരോവരം ഭാഗത്തു നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് വിജിലിൻ്റെ ഫോൺ അടുത്ത ദിവസം കലായി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നടത്തിയ തുടരന്വേഷണത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഈ കേസിന് അന്വേഷണം സുഹൃത്തുക്കളിലേക്ക് എത്തുന്നു. അമിതമായ ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചെന്നും പിന്നാലെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടെന്നുമാണ് സുഹൃത്തുക്കളായ നിഖിലും ദീപേഷും നൽകിയ മൊഴി. തുടർന്ന് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മൊഴികൾ പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? മാത്രമല്ല, ഇതിൽ മറ്റു ദുരൂഹതയില്ല. ഈ രീതിയിൽ അമിതമായ ലഹരി ഉപയോഗം കാരണം മരിച്ചു എന്ന് തന്നെയാണോ പോലീസിൻ്റെ കണ്ടെത്തൽ? ഈ കേസുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾക്കെതിരെ എന്ത് നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? തീർച്ചയായും പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നതും ഈ സുഹൃത്തുക്കൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് ഇത് മാറുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അമിതമായി ലഹരി ഉപയോഗിച്ച ശേഷം ഇയാൾ മരണപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ മരണമാണ് എന്ന് സുഹൃത്തുക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ വിചാരിച്ചത് ലഹരി ഉപയോഗിച്ച് ഏതാണ്ട് ഒരു അബോധാവസ്ഥയിലേക്ക് ഇയാൾ നീങ്ങി, ലഹരിയുടെ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് നീങ്ങി എന്നൊക്കെ കരുതിയാണ് ഇവർ പോകുന്നത്. പിറ്റേ ദിവസം ഇതേ സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോഴാണ് അപ്പോഴും വിജിൽ അവിടെ കിടക്കുന്നത് കാണുക.
കാണുകയും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ മരിച്ചു എന്ന് മനസ്സിലാവുകയും ചെയ്തത്. പക്ഷേ ഇക്കാര്യം ലഹരി ഉപയോഗിച്ചുള്ളൊരു മരണമാണ്. ഇത് പുറത്തേക്ക് അറിഞ്ഞാൽ തങ്ങളോടൊപ്പമാണ് ലഹരി കഴിച്ചത്, അതുകൊണ്ട് പുറത്തേക്ക് അറിഞ്ഞാൽ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്നതുകൊണ്ട് തന്നെയാണ് മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തി നശിപ്പിക്കുകയും പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷമൊക്കെ അവിടെ പോയി അവിടെ നിന്ന് ഒരു അസ്ഥി എടുത്ത് പരക്കൽ ബീച്ചിൽ നിമജ്ജനം ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നതിനൊക്കെ പോലും ഒരുങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയാണ് എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളുടെ ഒറ്റയ്ക്കും കൂട്ടമായൊക്കെ പലവട്ടം പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ശരിക്കും പോലീസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായൊരു വഴിത്തിരിവായി മാറിയത് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ്. നമുക്കറിയാം, സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ പോലീസ് നടത്തിയത്. ആദ്യം ഒരു ഘട്ടത്തിൽ 4-5 ദിവസം ഒരു തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിയാതെ വരുന്നു. പിന്നീട് മഴ കനക്കുന്നു, ഇതേ തുടർന്ന് ഈ ദൗത്യം ഉപേക്ഷിക്കുന്നു. പിന്നീട് വീണ്ടും ഏതാണ്ട് 8 നാൾ നീളുന്ന ഒരു ദൗത്യം, അതിൽ 7-ാം ദിവസം വരെ പ്രതീക്ഷയുടെ യാതൊരു കണവും ലഭിക്കുകയും ഉണ്ടായില്ല. പക്ഷേ അവസാന നാളിൽ 8-ാം നാളിലാണ് ഈ ചതുപ്പിൽ നിന്നും, വലിയ ആഴത്തിലുള്ള ചതുപ്പിൽ നിന്നും 51 അസ്ഥി കഷ്ണങ്ങൾ പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഈ അസ്ഥി കഷ്ണങ്ങൾ ഉപയോഗിച്ചുള്ള പോസ്റ്റ്മോർട്ടം പരിശോധന കടന്നിരുന്നു. പുറമേ നിന്നുള്ള ഒരു ആഘാതമോ അല്ലെങ്കിൽ മറ്റ് ബലപ്രയോഗമോ ഒന്നും നടന്നിട്ടില്ല എന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തെളിവ് നശിപ്പിക്കുക, ഈ മൃതദേഹത്തെ അപമാനിക്കുക, അങ്ങനെ കുറച്ച് അധികം വകുപ്പുകൾ, അത്തരത്തിൽ വകുപ്പുകൾ ആണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. കാരണം മൃതദേഹം വിജിലിൻ്റെ മറ്റെന്ത് ഘടകങ്ങൾ ശരിയായാലും ഈ മൃതദേഹം വിജിലിൻ്റെ തന്നെ സ്ഥിരീകരിക്കുകയായിരുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായിരുന്നത്. എന്തായാലും അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇനി കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അനീഷ്, നമുക്കറിയാം ഈ കേസിൽ ഇത് വിജിലിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിൽ പോലീസിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? കാരണം നമുക്കറിയാം, ഈ 6 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ തെളിവുകൾ പുറത്തു വരുന്നത്, വിജിലിൻ്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയുന്നത്. അങ്ങനെ തുടക്കത്തിലുണ്ടായ ഒരു അന്വേഷണത്തിലെ വീഴ്ചകളായിരുന്നു ഇത്രയധികം കാലതാമസം ഉണ്ടാകാൻ കാരണമായത്. തീർച്ചയായും അക്കാര്യത്തിലൊരു വീഴ്ച ഉണ്ടായി എന്ന് നമുക്കൊരു തരത്തിൽ പറയേണ്ടി വരും. എന്നാൽ മറുവശത്ത് പ്രതികൾ അവർ കൃത്യമായി സമർത്ഥമായി പോലീസിനെ വഴിതെറ്റിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നത് കല്ലായി റെയിൽവേ സ്റ്റേഷനടുത്ത് ബൈക്കൊക്കെ സൂക്ഷിച്ചിട്ട് പോയി എന്നതും മൊബൈൽ ഫോൺ പിറ്റേ ദിവസം ആ കല്ലായി ഫോൺ പരിസരത്ത് വെച്ച് ഓണാവുകയും ചെയ്തു എന്നാണ്. അതായത് സാധാരണഗതിയിലുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ മൊബൈൽ ഫോൺ പോലീസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നു, ബൈക്ക് അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ബൈക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുമ്പോൾ അത് ട്രെയിൻ കയറി പുറത്തേക്ക് പോയി അല്ലെങ്കിൽ അജ്ഞാതമായൊരിടത്തേക്ക് പോയി എന്ന ഒരു രീതിയിൽ തന്നെയാണ്. ഈ 2019 ഈ കേസ് നടക്കുന്ന സമയത്ത് കോവിഡ് സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് അന്വേഷണമൊന്നും വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് പല ഉദ്യോഗസ്ഥർ മാറി മാറി എലത്തൂർ സ്റ്റേഷനിലെ ചുമതലയിൽ വരികയും ചെയ്തു. അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള മേൽനോട്ടം പിന്നീട് കേസിൽ ഉണ്ടായില്ല എന്നത് വസ്തുതയാണ്. ആദ്യഘട്ടത്തിൽ പലപ്പോഴും ഈ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തെങ്കിലും അവർ ഈ ബോംബെയിലേക്ക് പോയിരിക്കാം എന്ന അല്ലെങ്കിൽ മുംബൈയിലേക്ക് കടന്നിരിക്കാം എന്ന രീതിയിലുള്ളൊരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ആവർത്തിച്ച് പറയുമ്പോഴും അവർ ഒരേ രീതിയിൽ തന്നെയാണ് മൊഴി നൽകുകയും ചെയ്തത്. പിന്നീട് വന്ന ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. കാരണം എലത്തൂർ CI രഞ്ജിത്ത് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം അച്ചടിച്ച് വെച്ചതുപോലെയാണ് ഈ 3 സുഹൃത്തുക്കളുടെയും മൊഴി വരുന്നത്. ഒരാൾക്ക് പോലും ഒരു ചെറിയ പിഴവ് ഉണ്ടാകുന്നില്ല. 3 പേർ പറയുന്ന കാര്യങ്ങളിലും ഒരു ചെറിയ മാറ്റം പോലുമില്ല. സമയക്രമം ഒരുപോലെയാണ്, ചെയ്തിരുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത് ഒരുപോലെയാണ്. അത്തരം ഒരു ആവർത്തനം ഒരു അസ്വാഭാവികതയായി പോലീസ് കരുതി ഈ ഘട്ടത്തിൽ. കാരണം എങ്ങനെ വന്നാലും മനുഷ്യർ അത് പുനർനിർമ്മിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്ത് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ പൊരുത്തക്കേടുകളോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ പറയുന്നതിൽ ഒരു അസ്വാഭാവികത കണ്ടെത്തി. പിന്നീട് ഈ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ ഏറ്റവും ഒടുവിൽ സരോവരം ഭാഗത്ത് ആയിരുന്നു. ഈ മറ്റ് പ്രതികളുടെ മൊബൈൽ ഫോണും ആ ടവർ ലൊക്കേഷനിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ സുഹൃത്തുക്കളോടൊപ്പം നിന്ന ശേഷമാണ്, അത് കഴിഞ്ഞ് പോയ ശേഷമാണ് ഒരു അത്യാഹിതം സംഭവിച്ചതെന്നൊരു കരുതൽ പോലീസിനുണ്ടായി. കാരണം വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്നും മുംബൈയിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് ടവർ ലൊക്കേഷൻ സരോവരത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അത് രാത്രി വരെ സരോവരത്തുണ്ടായിരുന്ന ആൾ ഈ 2 പ്രതികൾ
പ്രതികളടക്കമുള്ളവരും 3 പ്രതികൾ അടക്കമുള്ളവരും സരോവരത്തുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്നും വീട്ടിൽ പോകാതെ പിന്നീട് രാവിലെ എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു കണ്ടെത്തലുകൾ, അങ്ങനെ വളരെ നിർണായകമായ സൂക്ഷ്മ അന്വേഷണത്തിലൊടുവിലാണ് കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ കൃത്യമായ ഒരു വീഴ്ച അല്ലെങ്കിൽ വേണ്ട രീതിയിലൊരു അന്വേഷണം ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ്